ഒരു യുദ്ധം ഒരിക്കലും മുൻകൂർ ക്ഷണം കൊണ്ടുവരാറില്ലാത്തതിനാൽ ഒരു യുദ്ധം ഒഴിവാക്കാനായി ഒരു രാജ്യം എപ്പോഴും ഏത് സാഹചര്യത്തിനും തയ്യാറായിരിക്കണം. ശത്രുതാപരമായ അയൽക്കാരെയും അനിശ്ചിതത്വമുള്ള ലോകത്തെയും അഭിമുഖീകരിക്കുന്ന ഇന്ത്യ കഴിഞ്ഞ 2 വർഷത്തിനിടെ 1 ഡസൻ ആധുനിക ആക്രമണശേഷിയുള്ള ആയുധങ്ങൾ സൈന്യത്തിൽ ചേർത്തിരുന്നു. പ്രതിരോധ സംഭരണം വൈവിധ്യവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ അഖണ്ഡത സംരക്ഷിക്കുന്നതിനായി ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം ആരംഭിച്ച് 24 മാസത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച അത്യാധുനിക പ്രതിരോധ യന്ത്രങ്ങൾ സ്വന്തമാക്കിയിരുന്നു. അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി റഫാൽ യുദ്ധവിമാനങ്ങൾ. 2016 സെപ്റ്റംബറിൽ ഇന്ത്യയും ഫ്രാൻസും 36 റഫാൽ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾക്കായി €7.87 ബില്യൺ ഇന്റർ ഗവൺമെന്റൽ കരാറിൽ ഒപ്പുവെച്ചു. സംഭരണത്തിലെ വിവിധ രാഷ്ട്രീയ തടസ്സങ്ങൾ മറികടന്ന് റഫാൽ ഒടുവിൽ 2020 ജൂലൈയിൽ ഇന്ത്യൻ മണ്ണിൽ പറന്നിറങ്ങി. എല്ലാ ആയുധങ്ങളും സജ്ജീകരിച്ച പറക്കാൻ പാകത്തിലുള്ള 36 റഫാൽ യുദ്ധവിമാനങ്ങളാണ് മോദി സർക്കാർ വാങ്ങിയത്. ദസോ ഏവിയേഷൻ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഒരു ഫ്രഞ്ച് ഇരട്ട എഞ്ചിൻ കനാഡ് ഡെൽറ്റ വിംഗ് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റാണ് ദസോ റഫാൽ. വ്യോമ മേധാവിത്വം, പ്രതിരോധം, വ്യോമ നിരീക്ഷണം, ഗ്രൗണ്ട് സപ്പോർട്ട്, ആഴത്തിലുള്ള സ്ട്രൈക്ക്, കപ്പൽ വിരുദ്ധ സ്ട്രൈക്ക്, ന്യൂക്ലിയർ ഡിറ്ററൻസ് ദൗത്യങ്ങൾ എന്നിവ നിർവഹിക്കാൻ കഴിയുന്ന ഒരു അപകടകാരിയായ യുദ്ധവിമാനമാണ് റഫാൽ. ഇന്ത്യയുടെ റഫാൽ ഏറ്റെടുക്കൽ അടിയന്തര സംഭരണത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരായ കുരുക്കുമുറുക്കാനുള്ള തീരുമാനത്തിന് ശേഷം ഇന്ത്യ വാങ്ങാൻ തീരുമാനിച്ച ആദ്യത്തെ അത്യാധുനിക യുദ്ധവിമാനങ്ങളിലൊന്നാണിത്. ഈ 4.5 ജനറേഷൻ മൾട്ടി റോൾ എയർക്രാഫ്റ്റ് ഏറ്റെടുക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാന്റെ കൈവശമുള്ള F-16 ഫൈറ്റർ ജെറ്റുകളേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാക്കും. കൂടാതെ റഫാൽ വിമാനങ്ങൾ ചൈനയ്ക്കെതിരായ ഒരു പ്രതിരോധമായും പ്രവർത്തിച്ചു പോരുന്നു. തങ്ങളുടെ J-20 5ാം തലമുറ യുദ്ധവിമാനം റഫാലിനേക്കാൾ മികച്ചതാണെന്ന് ചൈന അവകാശപ്പെടുന്നുണ്ടെങ്കിലും മറ്റ് ചൈനീസ് ഉൽപ്പന്നങ്ങളെ പോലെ ഇതിന്റെ വിശ്വാസ്യതയും സംശയാസ്പദമാണ്. കാരണം ചൈനീസ് വിമാനങ്ങൾ ഒരിക്കലും യുദ്ധഭൂമികളിൽ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. J-20യുടെ സവിശേഷതകൾ ചൈന വ്യാജമായി ചിത്രീകരിക്കുകയാണെന്നും ചൈനയുമായി ബന്ധപ്പെട്ട ഏത് സാഹചര്യത്തിലും ഇന്ത്യക്ക് റഫാലിനെ ആശ്രയിക്കാമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. രണ്ടാമതായി S-400 എയർ ഡിഫൻസ് സിസ്റ്റം. ക്യാറ്റ്സ ഉപരോധങ്ങളുമായി അമേരിക്ക ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയിട്ടും 2018 ഒക്ടോബറിൽ S-400 മിസൈൽ സംവിധാനത്തിനായി ഇന്ത്യ റഷ്യയുമായി $5.43 ബില്യൺ കരാറിൽ ഒപ്പുവെച്ചു. റഷ്യ രൂപകൽപ്പന ചെയ്ത ഒരു മൊബൈൽ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് S-400. ലോകത്തിലെ ഏറ്റവും അപകടകരവും സാങ്കേതികമായി ഉയർന്നതുമായ വ്യോമ പ്രതിരോധ സംവിധാനം കൂടിയാണിവ. 400 കിലോമീറ്റർ പരിധിയിലും 30 കിലോമീറ്റർ വരെ ഉയരത്തിലും വിമാനങ്ങൾ, UAVകൾ, ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ എന്നിങ്ങനെ എല്ലാത്തരം വ്യോമ ലക്ഷ്യങ്ങളെ നേരിടാൻ ഇതിന് കഴിയും. ഇതിന് വായുവിലൂടെയുള്ള 100 ലക്ഷ്യങ്ങളെ ട്രാക്ക് ചെയ്യാനും അവയിൽ 6 എണ്ണത്തിൽ ഒരേ സമയം ഇടപഴകാനും കഴിയും. S-400 മിസൈൽ സംവിധാനം അമേരിക്ക വികസിപ്പിച്ച ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റത്തേക്കാൾ വളരെ മുന്നിലാണ്. മാത്രമല്ല S-400 പ്രതിരോധ സംവിധാനത്തിന്റെ സംഭരണം പാകിസ്ഥാന്റെയും ചൈനയുടെയും 400 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ യുദ്ധവിമാനങ്ങളെയും ഏതാണ്ട് അസാധുവാക്കിയിരിക്കുന്നു. 2021 ഡിസംബർ മുതൽ റഷ്യ ഇന്ത്യക്ക് മിസൈൽ പ്രതിരോധ സംവിധാനം വിതരണം ചെയ്യാൻ തുടങ്ങി. ഉക്രൈനുമായി യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും 2024ഓടെ S-400ന്റെ എല്ലാ ബാറ്ററികളും ഇന്ത്യക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. മൂന്നാമതായി സ്പൈസ് 2000 ബോംബുകൾ. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ സുഖോയ് 30 MK വിമാനത്തെ ഇസ്രായേലി സ്പൈസ് 2000 ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ച് സജ്ജീകരിക്കുന്ന പ്രക്രിയയിലാണ്. ഇസ്രായേലി പ്രതിരോധ സാങ്കേതിക കമ്പനിയായ റാഫേൽ നിർമ്മിക്കുന്ന സ്പൈസ് സ്മാർട്ട്, പ്രിസൈസ്, ഇമ്പാക്ട് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് എന്നതിന്റെ ചുരുക്കെഴുത്താണ്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മിറാഷ് 2000 വിമാനത്തിൽ മാത്രമാണ് ഈ ബോംബുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. സ്പൈസ് 2000 ബോംബുകളാണ് ബലാക്കോട്ടിലെ പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകളെ അവശിഷ്ടങ്ങളാക്കി മാറ്റിയത്. ബലാക്കോട്ട് വിജയത്തിന് ശേഷം അടിയന്തര വ്യവസ്ഥകൾ പ്രകാരം 100 സ്പൈസ് ബോംബുകൾ കൂടി വാങ്ങാൻ ഇന്ത്യ ഇസ്രായേലുമായി 300 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവെച്ചു. ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന മാർക്ക് 84 വാർഹെഡ് ഉപയോഗിക്കുന്ന ബങ്കർ ബസ്റ്റർ അല്ലെങ്കിൽ ബിൽഡിംഗ് ഡിസ്ട്രോയർ പതിപ്പിനെ സ്വന്തമാക്കാൻ പോകുന്നു. ഇവ ടാർഗറ്റ് ചെയ്ത കെട്ടിടങ്ങളെ നശിപ്പിക്കുക മാത്രമല്ല അതിർത്തിക്ക് സമീപമുള്ള തീവ്രവാദി ക്യാമ്പുകൾക്ക് പേടി സ്വപ്നവുമായിരിക്കും. നാലാമതായി തപസ് BH-201 ഡ്രോണുകൾ. അഫ്ഗാനിസ്ഥാനോ ഇറാഖോ സിറിയോ ഉക്രൈനോ ആകട്ടെ വിദൂരമായി ഉപയോഗിക്കുന്ന ആയുധ സംവിധാനങ്ങൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് എല്ലാ ആധുനിക യുദ്ധങ്ങളും തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അതിന്റെ വൻതോതിലുള്ള ഉപയോഗത്തിന്റെ ആവശ്യകത തോന്നിയിട്ടില്ലെങ്കിലും നോൺ കോമ്പാറ്റ് ഡ്രോണുകളുടെ ഒരു വലിയ ഇൻവെന്ററി തന്നെ ഇന്ത്യ പ്രവർത്തിപ്പിച്ചു പോരുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് വികസിപ്പിച്ചെടുത്തതാണ് തപസ് BH-201 കോമ്പാറ്റ് ഡ്രോണുകൾ. DRDOയുടെ കീഴിലുള്ള ഈ ഏജൻസി ഇടത്തരം ഉയരത്തിലുള്ള ദീർഘദൂര ഡ്രോണുകൾ വികസിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഈ ഡ്രോണുകൾക്ക് 28,000 അടി ഉയരത്തിൽ 18 മണിക്കൂർ പറക്കാനുള്ള കഴിവ് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മൊത്തത്തിൽ 76 തപസ് ഡ്രോണുകൾ ഇന്ത്യൻ സായുധ സേനയിൽ ഉൾപ്പെടുത്തും. അവയിൽ നമ്മുടെ സൈന്യത്തിന് 60 എണ്ണവും വ്യോമസേനയ്ക്ക് 12 എണ്ണവും നാവികസേനയ്ക്ക് 4 എണ്ണവും ലഭിക്കും. 2024ഓടെ ഈ പദ്ധതി പൂർത്തിയാകുമെന്ന് വിശ്വസിക്കപ്പെടുക മാത്രമല്ല സംഭരണത്തിന് ശേഷം ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥപരവുമായ തടസ്സങ്ങളെ അതിജീവിച്ച് ശത്രുരാജ്യത്ത് ആഴത്തിൽ നുഴഞ്ഞു കയറാൻ ഇന്ത്യക്ക് കഴിയും. ഒരു മാനുഷിക ബാധ്യതയും വരുത്താതെ ഇന്ത്യക്ക് ശത്രുവിനെ നശിപ്പിക്കാൻ കഴിയുമെന്ന് ഇത് ഉറപ്പാക്കുന്നു.
കൂടാതെ ഇനിയുള്ള യുദ്ധത്തിന്റെ ഭാവി ഡ്രോണിന്റെ ശേഷി നിർണ്ണയിക്കുന്നതിനാൽ ആധുനിക യുദ്ധക്കളത്തിൽ കോമ്പാറ്റ് ഡ്രോൺ ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കും. അഞ്ചാമതായി എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. 2019 ബലാക്കോട്ട് വ്യോമാക്രമണത്തിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചത് നേത്ര എന്നറിയപ്പെടുന്ന അവാക്സുകളായിരുന്നു. ഈ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം ഇത്തരം കൂടുതൽ എയർബോൺ സംവിധാനങ്ങൾ ഇന്ത്യൻ വ്യോമസേന ആവശ്യപ്പെട്ടിരുന്നു. അവാക്സിനെ ഐ ഇൻ ദ സ്കൈ എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നതിനാൽ അടിസ്ഥാനപരമായി ഇതൊരു അത്യാധുനിക റഡാർ ഘടിപ്പിച്ച ഒരു വിമാനമാണ്. എല്ലാ കാലാവസ്ഥയിലും 400 കിലോമീറ്റർ പരിധിയിൽ നിരീക്ഷണം നടത്താനും ഒരേ സമയം 60 ലക്ഷ്യങ്ങളെ ലോക്ക് ചെയ്യാനും ഇതിന് കഴിയും. ഈ പ്ലാറ്റ്ഫോമുകൾ ഓൺബോർഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ, ഏർലി വാർണിംഗ് എന്നിവ നൽകുന്നു. ഇത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫലപ്രദമായ വ്യോമാതിർത്തി ആധിപത്യം കൈവരിക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേനയെ സഹായിച്ചു പോരുന്നു. ഈ വിമാനങ്ങളുടെ ഇൻഡക്ഷൻ ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമ പ്രതിരോധവും ആക്രമണശേഷിയും വളരെയധികം വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമല്ല ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ രഹസ്യാന്വേഷണ ദൗത്യങ്ങളിലും ഒരു കണ്ണ് നിലനിർത്താൻ ഇത് ഇന്ത്യയെ സഹായിച്ചു പോരുന്നു. ആറാമതായി INS വിക്രാന്ത് എയർക്രാഫ്റ്റ് കാരിയർ. തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ ദിശയിൽ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ട് ഇന്ത്യ ഇപ്പോൾ അതിന്റെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ INS വിക്രാന്ത് വികസിപ്പിച്ചെടുത്തു. പ്രോജക്ട് 71 എയർ ഡിഫൻസ് ഷിപ്പിന് കീഴിൽ ഒരു തദ്ദേശീയ വിമാനവാഹിനി കപ്പലിന്റെ വികസനത്തിനും നിർമ്മാണത്തിനുമായി 1999 അടൽ ബിഹാരി സർക്കാർ അംഗീകാരം നൽകിയിരുന്നു. 23 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാഷ്ട്രം അതിന്റെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ നിലവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. വിമാനങ്ങൾ വഹിക്കാനും ആയുധങ്ങൾ സജ്ജീകരിക്കാനും വിന്യസിക്കാനും വീണ്ടെടുക്കാനും കഴിവുള്ള ഒരു മുഴുനീള ഫ്ലൈറ്റ് ഡെക്ക് കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ചലിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് വിമാനവാഹിനി കപ്പലുകൾ. വെള്ളത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും വ്യോമാക്രമണം നടത്താനുള്ള ഓപ്ഷൻ ഇവ നൽകുന്നു. കൂടാതെ യുദ്ധസമയത്ത് ശത്രു സൈന്യത്താൽ റൺവേകൾ നശിപ്പിക്കപ്പെട്ടാൽ നാവികസേനയ്ക്ക് ഇത് 2ാം പ്രഹരശേഷി നൽകുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പൽ 2022 ഓഗസ്റ്റിലെ സ്വാതന്ത്ര്യദിനത്തിൽ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്തിരുന്നു. ഏഴാമതായി തേജസ് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ്. 2021 ഫെബ്രുവരിയിൽ 83 LCA MK-1A ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിതരണം ചെയ്യുന്നതിനായി പ്രതിരോധ മന്ത്രാലയം HAL-യുമായി 48,000 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടു. ഇതിൽ 45,696 കോടി രൂപ ചെലവിൽ 73 LCA തേജസ് MK-1A യുദ്ധവിമാനങ്ങളും 10 LCA MK-1 ട്രെയിനർ വിമാനങ്ങളും 1,202 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ രൂപകൽപ്പനയും വികസനവും ഉൾപ്പെടുന്നു. തേജസ് MK-1 വേരിയന്റിനേക്കാൾ 40ലധികം പരിഷ്കാരങ്ങൾ തേജസ് MK-1A ഉണ്ടായിരിക്കും. പുതിയ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് സ്കാൻഡർ റഡാർ, ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് റേഡിയോ ഉൾപ്പെടെയുള്ള നെറ്റ്വർക്ക് വാർഫെയർ സിസ്റ്റങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. കരാർ പ്രകാരം 2024 HAL ആദ്യ 3 MK-1A വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറും. 2024 ശേഷം അടുത്ത 5 വർഷത്തേക്ക് പ്രതിവർഷം 16 വിമാനങ്ങൾ വീതം വിതരണം ചെയ്യണം. ആദ്യത്തെ ഇനിഷ്യൽ ഓപ്പറേഷൻ ക്ലിയറൻസ് ഫൈറ്റർ എയർക്രാഫ്റ്റ് 2016 ഡെലിവർ ചെയ്തിരുന്നു. 2016 ജൂലൈയിൽ 2 വിമാനങ്ങളുമായി ഇന്ത്യൻ വ്യോമസേനയിലെ ആദ്യത്തെ LCA സ്ക്വാഡ്രോൺ നമ്പർ 45 ഫ്ലൈയിംഗ് ഡാഗേഴ്സ് രൂപീകരിച്ചു. രണ്ടാമത്തെ LCA സ്ക്വാഡ്രോൺ നമ്പർ 18 ഫ്ലൈയിംഗ് ബുള്ളറ്റ്സ് 2020 മെയ് മാസത്തിൽ പ്രവർത്തനക്ഷമമായിരുന്നു. സമീപ ഭാവിയിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആവശ്യമായ 42 സ്ക്വാഡ്രോണുകൾ തേജസ് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾ നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. എട്ടാമതായി AH-64E അപ്പാഷെ ഹെലികോപ്റ്റർ. ബോയിങ് നിർമ്മിച്ച AH-64E ഹെലികോപ്റ്ററുകൾ 2015 അമേരിക്കൻ സർക്കാരുമായി ഇന്ത്യ ഉണ്ടാക്കിയ $multi billion കരാറിന്റെ ഭാഗമായിരുന്നു. 2019 പത്താൻകോട്ട് എയർ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ ഈ ഹെലികോപ്റ്ററുകൾ സേനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. എല്ലാ കാലാവസ്ഥയും നേരിടാൻ കഴിയുന്ന, എളുപ്പത്തിൽ പരിപാലിക്കാൻ കഴിയുന്ന ഉയർന്ന ചടുലമായ ആക്രമണ ഹെലികോപ്റ്ററാണിത്. ഇതിന് സ്റ്റാൻഡ് ഓഫ് ശ്രേണികളിൽ കൃത്യമായ ആക്രമണം നടത്താനും ഭൂമിയിൽ നിന്നുള്ള ശത്രുതാപരമായ ഭീഷണികളോട് മികച്ച രീതിയിൽ പ്രവർത്തിക്കാനും കഴിയും. ഫയർ ആൻഡ് ഫോർഗറ്റ് തത്വങ്ങളിൽ പ്രവർത്തിക്കുന്ന ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈലുകൾ, എയർ ടു എയർ മിസൈലുകൾ, റോക്കറ്റുകൾ എന്നിവ ഇവയിൽ സംയോജിപ്പിക്കാൻ കഴിയും. മാത്രമല്ല, നിലവിലെ ബോയിങ്ങും ടാറ്റയും തമ്മിലുള്ള സംയുക്ത സംരംഭം ഇന്ത്യക്ക് വലിയ അനുഗ്രഹമായിരിക്കും. ഒൻപതാമതായി ചിനൂക്ക് ഹെലികോപ്റ്റർ. 2015 സെപ്റ്റംബറിൽ 15 ചിനൂക്ക് ഹെലികോപ്റ്ററുകൾക്കായി ബോയിങ്ങുമായി ഇന്ത്യൻ വ്യോമസേന കരാർ ഒപ്പിട്ടിരുന്നു. 4 വർഷത്തിനു ശേഷം 2019 ചിനൂക്ക് ഹെലികോപ്റ്റർ ഇന്ത്യൻ വ്യോമസേനയിൽ ഉൾപ്പെടുത്തി. ബോയിങ് CH-47 ചിനൂക്ക് ഒരു അമേരിക്കൻ ഇരട്ട എഞ്ചിൻ ടാൻഡം റോട്ടർ ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്ററാണ്. ചിനൂക്കുകൾക്ക് 9.6 ടൺ വരെ ഭാരമുള്ള കാർഗോകൾ വഹിക്കാനാകുമെന്നതുകൂടാതെ ദുരന്ത നിവാരണം, തിരച്ചിൽ, രക്ഷാപ്രവർത്തനം, പാരച്യൂട്ട് ഡ്രോപ്പുകൾ എന്നിവയ്ക്ക് ഈ ഹെലികോപ്റ്ററിന് പിന്തുണയും നൽകാനാകും. നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന് ലോജിസ്റ്റിക് പിന്തുണ നൽകുന്നതിനായി ഇത് ലഡാക്ക് മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നു. പത്താമതായി ആകാശ് പ്രൈം മിസൈൽ സിസ്റ്റം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആദ്യത്തെ ഇടത്തരം ഉപരിതല മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ആകാശ് മിസൈൽ സിസ്റ്റം. ഇവയ്ക്ക് ഒന്നിലധികം ദിശകളിൽ നിന്നും ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ ഒരേ സമയം ഏർപ്പെടാൻ കഴിയും. മാത്രമല്ല, യുദ്ധ ടാങ്കുകൾ അല്ലെങ്കിൽ ട്രക്കുകൾ പോലെയുള്ള മൊബൈൽ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ആകാശ് മിസൈലിനെ വിക്ഷേപിക്കാൻ കഴിയും. റിപ്പോർട്ടുകൾ പ്രകാരം ആകാശ് മിസൈലിന്റെ പുതുക്കിയ പതിപ്പായ ആകാശ് പ്രൈം എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ 2 പുതിയ റെജിമെന്റുകൾ ഇന്ത്യൻ സൈന്യം ഉൾപ്പെടുത്തുമെന്ന് കരുതപ്പെടുന്നു.
നിലവിലുള്ള ആകാശ സിസ്റ്റവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെച്ചപ്പെട്ട കൃത്യതയ്ക്കായി ഇവയിൽ ഒരു തദ്ദേശീയ ആക്റ്റീവ് RF സീക്കർ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് മിസൈൽ തൊടുത്ത ലക്ഷ്യത്തിൽ തന്നെ എത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച രാജേന്ദ്ര എന്ന റഡാറാണ് ഈ മിസൈലിനെ പിന്തുണയ്ക്കുന്നത്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 2.5 മടങ്ങ് വേഗതയിൽ ടാർഗറ്റുകളിൽ ഇടപഴകാനും താഴ്ന്ന ഇടത്തരം ഉയർന്ന ഉയരങ്ങളിൽ പറക്കുന്ന ടാർഗറ്റുകളെ കണ്ടെത്തി നശിപ്പിക്കാനും ഈ മിസൈലിന് കഴിയും. പ്രതിരോധപരവും ആക്രമണപരവുമായ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ചേർത്തതിനു ശേഷം തങ്ങളുടെ ശത്രു അയൽക്കാരുടെ ഏത് ദുർസാഹചര്യത്തെ നേരിടാൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നു. പാക് അധിനിവേശ കാശ്മീരിൽ ആഴത്തിൽ കടന്നു നടത്തിയ ബലാക്കോട്ട് വ്യോമാക്രമണവും സർജിക്കൽ സ്ട്രൈക്കും ഇന്ത്യയുടെ ആക്രമണശേഷി ശത്രുക്കൾക്കെതിരായ പ്രതിരോധമായി തെളിഞ്ഞിരുന്നു. മേൽപ്പറഞ്ഞ ആയുധങ്ങളുടെ സഹായത്തോടെ വർദ്ധിച്ച കഴിവ് തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കാൻ ഇന്ത്യ കാത്തിരിക്കുകയാണ്.